ഹായ് ഫ്രണ്ട്സ്, ലിനീസ് ഫുഡ് കോർണറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് കട്ട്ല മീൻ ഒന്ന് ക്ലീൻ ചെയ്ത് കട്ട് ചെയ്തെടുത്ത് അത് കുടംപുളിയിട്ട് നല്ലൊരു കറി വയ്ക്കുന്ന ഒരു വീഡിയോ ആണ് ചെയ്യുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ സാധാരണ ചെയ്യണ പോലെ തന്നെ മീനിൻ്റെ ആ മുള്ളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റുക. എന്നിട്ട് ചെതമ്പിൽ കളഞ്ഞാലും അതിനൊരു സിൽവർ കളർ നേരിയതായതൊരു സ്കിന്നുണ്ട്. ആ സ്കിന്നും കൂടി നമ്മൾ കളഞ്ഞെടുക്കണം. സാധാരണ അത് കല്ലിലൊക്കെ ഇട്ട് ഉപ്പിട്ട് ഉരച്ചാണ് കളയുന്നത്. അപ്പോൾ ഞാനത് അങ്ങനെയല്ലാതെ പെട്ടെന്ന് നമുക്ക് കല്ലിലൊന്നും ഇട്ട് ഉരയ്ക്കാതെ തന്നെ മീനിൻ്റെ നേരിയ സ്കിന്ന് കളഞ്ഞെടുക്കാനുള്ള ഒരു ടിപ്പ് ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ അതിന് മുന്നേ നമുക്കിതൊന്ന് ചെത്തി അതിൻ്റെ ചെതമ്പലൊന്ന് കളഞ്ഞെടുക്കാം. ഇതിപ്പോൾ ചെത്തി കഴിഞ്ഞിട്ടുണ്ട്. ഇത് മറ്റേ മീനും കൂടി നമുക്ക് ചെത്തിയെടുക്കാം. അപ്പോൾ രണ്ട് മീനും ഞാൻ ക്ലിയറാക്കി ചെത്തിയെടുത്തു. ഇനിയിപ്പോൾ ഇതിൻ്റെ മേലെ കണ്ടോ ഒരു സിൽവർ കളർ ഒരു സ്കിന്നുണ്ട്. അപ്പോൾ അത് നമുക്കൊന്ന് കളഞ്ഞെടുക്കണം. അപ്പോൾ അത് പെട്ടെന്ന് കളയാൻ വേണ്ടിയിട്ട് കല്ലിലൊന്നും ഇട്ട് ഉരയ്ക്കാതെ തന്നെ നമുക്ക് കളയാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിന് മേലെ നമ്മൾ കയ്യിൽ കുറച്ച് വിനാഗിരി എടുത്തിട്ട് ഈ മീനിന് മേലെ ഒന്ന് പുരട്ടി കൊടുക്കാം. കുറച്ച് മതി, ഒരു സ്പൂൺ വിനാഗിരി മതി. അത് നമുക്ക് മീനിന് മേലെ ഒന്ന് തിരിച്ചു മറിച്ചിട്ട് മൊത്തത്തിലൊന്ന് പരട്ടി കൊടുക്കാം. എന്നിട്ട് ഒരു 5 മിനിറ്റ് നമുക്കിത് ഇങ്ങനെ തന്നെ വെക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്കിതൊന്ന് ഉരച്ച് ആ സ്കിന്നൊന്ന് കളഞ്ഞെടുക്കാം. അപ്പോൾ സ്ക്രബ്ബർ ഉപയോഗിച്ച് ചെയ്യുകയാണെങ്കിലും പെട്ടെന്ന് പോരും. ഞാനിപ്പോൾ കത്തി ഉപയോഗിച്ച് തന്നെ ചെയ്യണം. കാരണം അത്ര പെട്ടെന്ന് തന്നെ നമുക്ക് പോരും, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. കത്തി ഉപയോഗിച്ച് നമുക്ക് ശരിക്കും അതിൻ്റെ ആ ഒരു സിൽവർ കളർ കോട്ടിങ് അങ്ങ് കളഞ്ഞെടുക്കാം. ഇപ്പോൾ ഒരെണ്ണം ഞാൻ അതുപോലെ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. കണ്ടോ, നല്ലതുപോലെ ആ സിൽവർ കളർ ആ സ്കിന്നൊക്കെ കളഞ്ഞ് നല്ല ഭംഗിയാക്കി എടുത്തിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് മറ്റേ മീനും കൂടി റെഡിയാക്കി എടുക്കാം. ഞാൻ നേരത്തെ കരിമീൻ്റെ വീഡിയോ ഇട്ടപ്പം അതിൽ ഞാനിതുപോലെ വിനാഗിരി വെള്ളത്തിൽ മീനിട്ട് വെച്ചാണ് അത് ക്ലീൻ ചെയ്തത്. നല്ല ഭംഗിയായിട്ട് തന്നെ കിട്ടി. അപ്പോൾ എനിക്കൊരു കമൻറ്റ് വന്നിരുന്നു, ഇങ്ങനെ നമ്മൾ വിനാഗിരി വെള്ളത്തിൽ മീനിട്ട് വെച്ച് കഴിഞ്ഞാൽ മീനിൻ്റെ ടേസ്റ്റ് പോകുന്നു. പക്ഷേ ഒരിക്കലും ഇല്ല. നമുക്ക് ആ സ്കിന്ന് മാത്രം, ആ നൈസായിരിക്കുന്ന സ്കിന്ന് മാത്രമേ പൊളിഞ്ഞു പോകുന്നുള്ളൂ. അങ്ങനെ മീനിലേക്ക് അത് എഫക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ മീനിൻ്റെ തൊലി കൂടി നമ്മൾ സ്ക്രബ് ചെയ്യുമ്പോൾ അങ്ങനെ പോയി തന്നെ. പക്ഷെ അത് മീനിലേക്ക് എഫക്റ്റ് ചെയ്യുന്നില്ല. ആ തൊലിക്കൊന്നും ഒരു കുഴപ്പമില്ല. കരിമീനിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്, നിങ്ങൾക്കത് നോക്കിയാൽ മനസ്സിലാവും. അപ്പോൾ നമ്മൾ കട്ട്ല മീനിൻ്റെ തൊലി മുഴുവൻ ആ സിൽവർ കളർ ആ ഗ്ലേസിങ്ങുള്ള തൊലി മുഴുവൻ കളഞ്ഞെടുത്തു. ഇനി നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അത് നമ്മൾ സാധാരണ ചെയ്യാറുള്ള പോലെ തന്നെ ചെകിടയും അതുപോലെ ചുണ്ടിൻ്റെ തുമ്പൊക്കെ നമുക്ക് സിസേഴ്സ് വെച്ച് തന്നെ കട്ട് ചെയ്ത് കളയാം. ഇതിങ്ങനെ കട്ട് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ ഉള്ളിലത്തെ കുടലടക്കം നമുക്ക് ഇങ്ങോട്ട് എടുത്ത് മാറ്റാൻ പറ്റും. ഇതുപോലെ തന്നെ അടുത്ത മീനും കൂടി കട്ട് ചെയ്യാം. ആ താട കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പൂവ് എടുത്തങ്ങ് മാറ്റുമ്പോൾ അതിൻ്റെ കൂടെ ഇതിൻ്റെ കുടലും കൂടി ഇങ്ങോട്ട് പോന്ന് കിട്ടും. ഇനി ഇതിൻ്റെ ഉള്ളിൽ ബ്ലേഡർ പോലെ ഒരു ഭാഗമുണ്ട്, അതും കൂടി നമുക്ക് എടുത്ത് കളയണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ താടയുടെ താഴെയുള്ള ആ ഒരു മുള്ളുണ്ടല്ലോ, അത് നമുക്കൊന്ന് പതുക്കെ ഒന്ന് ആ സ്കിന്ന് കട്ട് ചെയ്തിട്ട് ആ മാംസം കട്ട് ചെയ്തിട്ട് സിസേഴ്സ് വെച്ച് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് അത് വലിച്ചെടുക്കാം. കണ്ടോ, ഇതേപോലൊരു വൈറ്റ് ഒരു പാട പോലെ നമുക്കൊരു അത് കിട്ടും. അതും കൂടി എടുത്ത് മാറ്റാം. ഇതുപോലെ ഈ മീനിൻ്റെയും കൂടി എടുത്ത് മാറ്റാം. കട്ട്ല വളരെ ടേസ്റ്റുള്ളൊരു മീനാണ്. ഇത് ഇത്തിരി വലുതായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല വലിപ്പം ആവണ മീനാണ്. ഇത് കുഞ്ഞുങ്ങളാണ്, കട്ട്ലയുടെ കുഞ്ഞുങ്ങളാണിത്. വളരെ ടേസ്റ്റാണ്. അത് നമ്മൾ കുടമ്പുളിയിട്ട് ഇന്ന് കറി വെച്ച് വെക്കുകയാണെങ്കിൽ നാളെ കഴിക്കാനാണ് കൂടുതൽ ടേസ്റ്റ്. അതിൻ്റെ മാംസത്തിലേക്കൊക്കെ കയറി വളരെ ടേസ്റ്റാണിത്. ഇത് നമുക്ക് ഇനി പീസാക്കി എടുക്കാനില്ല.
ഈ മീൻ തേങ്ങാപ്പാലൊഴിച്ച് കറി വെച്ചാലും രസമാണ്, തേങ്ങാപ്പാലൊഴിച്ച് കുടംപുളിയിട്ട് കറി വെച്ചാലും രസമാണ്. പക്ഷേ തേങ്ങാപ്പാൽ ഒഴിക്കാതെ കുടംപുളിയിട്ട് നല്ല കുറുകിയിരിക്കുന്ന രീതിയിൽ നമ്മൾ പറ്റിച്ചെടുക്കുകയാണെങ്കിൽ ഈ മീനിന് വളരെ ടേസ്റ്റാണ്. നമുക്ക് പിറ്റേ ദിവസം എടുത്ത് കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്. നമ്മൾ ഇന്ന് കറി വെച്ചിട്ട് അത് എടുത്ത് വെച്ച് പിറ്റേ ദിവസം കഴിക്കുമ്പോൾ ഇതിന് ടേസ്റ്റ് കൂടുതലായിരിക്കും. അടുത്ത മീനും കൂടി നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ അടുത്ത മീനും കൂടി ഞാൻ കട്ട് ചെയ്ത് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി കൊണ്ടുവച്ചിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് കറി വയ്ക്കാം. അതിന് വേണ്ടി ഞാനൊരു ചട്ടി സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. ഫ്ലെയിം ഓൺ ചെയ്തിട്ട് അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് വേപ്പിലയും അതുപോലെ പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി ഇതെല്ലാം കൂടിയിട്ട് നമുക്കൊന്ന് മൂപ്പിക്കാം. ഉള്ളി ഞാൻ ചതച്ചാണ് ഇട്ടിരിക്കുന്നത്. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഉള്ളി കുറച്ച് അധികം എടുക്കുക. ഞാനിപ്പോൾ ഒരു 1/4 കപ്പ് ഉള്ളി ചതച്ചത് എടുത്തിട്ടുണ്ട്. കൂടിയാലും കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മൊരിഞ്ഞ് വന്നതിന് ശേഷം മാത്രം നമുക്കിതിലേക്ക് വേണ്ട അരപ്പ് കൂട്ടി കൊടുക്കാം. അപ്പോൾ അതിന് നമുക്ക് ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. കൂടെ നമുക്ക് ഒരു 2 സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. 1 സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് ഇളക്കി മൂപ്പിച്ചെടുക്കുക. പിന്നെ നമുക്ക് 1 സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കൂടി ചേർത്ത് കൊടുക്കാം. കാശ്മീരി ചില്ലി പൗഡർ 1 സ്പൂണോ 2 സ്പൂണോ ചേർത്താൽ കുഴപ്പമൊന്നുമില്ല. കാരണം അത്രയും കളറും കിട്ടും, അതുമല്ല കുറുകി നമുക്ക് കിട്ടും. ഞാനിതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മൾ തേങ്ങാപ്പാൽ ഒഴിക്കാതെ കറി വയ്ക്കുമ്പോൾ ഏത് മീനാണെങ്കിലും അതിൻ്റെ അരപ്പൊന്ന് ശരിക്കും ലോ ഫ്ലെയിമിലിട്ട് മൂപ്പിച്ചെടുക്കണം. ലോ ഫ്ലെയിമിലിട്ട് വേണം ഇത് ചെയ്യാനായിട്ട്. കാരണം എല്ലാം പൊടിയാണ് നമ്മൾ ഇട്ട് കൊടുത്തിരിക്കുന്നത്. ശരിക്കും മൂത്ത് കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. മീൻ എത്രയുണ്ട് അതിൻ്റെ ലെവലിന് വെള്ളം നിൽക്കുന്ന രീതിയിൽ വേണം നമ്മൾ ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ കുടംപുളിയും കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 4 ചുള കുടംപുളിയാണ് എടുത്തിരിക്കുന്നത്. അത് കീറി നല്ലതുപോലെ കഴുകി ഞാൻ എടുത്തിട്ടുണ്ട്. അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ സാധാരണ പറയാറുള്ള പോലെ തന്നെ നമ്മൾ മീൻകറി വയ്ക്കുമ്പോൾ പുളിയും ഉപ്പും ഇത്തിരി മുന്നേ നിൽക്കുക. നമ്മൾ ചോറിൻ്റെ കൂടെ കഴിക്കുമ്പോൾ അത് കറക്റ്റായിട്ട് കിട്ടിക്കോളും. ഇനി നമുക്കിതിലേക്ക് മീനിട്ട് കൊടുക്കാം. മീനിൻ്റെ ഒപ്പം വെള്ളം നിൽക്കുന്ന രീതിയിൽ വേണം. ഇപ്പോൾ നമ്മൾ കാശ്മീരി ചില്ലി പൗഡറൊക്കെ കൂടുതലിട്ട് ഇത്തിരി ഗ്രേവി ഇത്തിരി കൊഴുപ്പിച്ചെടുക്കുകയാണെങ്കിൽ കുറച്ച് വെള്ളം കൂടുതൽ ഒഴിച്ചാലും കുഴപ്പമില്ല. നമുക്ക് ഗ്രേവി ഒത്തിരി വേണമെന്നുണ്ടെങ്കിൽ. അതല്ലാതെ അരപ്പ് കുറച്ചും വെള്ളം കൂടുതലായിട്ട് നമ്മൾ എടുക്കരുത്. വെറുതെ വെള്ളം അങ്ങനെ വന്ന പോലെ കറിയിരിക്കും. ഇനി ഇതിലേക്ക് നമുക്ക് ഉള്ളിയും ഉലുവയും വേപ്പിലയും കൂടി ഒന്ന് താളിച്ചിടാം. ഇപ്പം നമ്മുടെ കുടംപുളി ഇട്ട് പറ്റിച്ച കട്ട്ല മീൻ റെഡിയായി കഴിഞ്ഞു. വളരെ ടേസ്റ്റി ആയിട്ടുള്ള രീതിയിലാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. ഈ കറി കുറച്ച് കറി മതി നമുക്ക് ധാരാളം ചോറ് കഴിക്കാനായിട്ട്. അത്രയും ടേസ്റ്റാണ്. കുറുകിയിരുന്നാലും കുഴപ്പമൊന്നുമില്ല. ആ ഒരു കുറച്ച് ചാറ് കൂട്ടി ഒത്തിരി ചോറ് നമുക്ക് കഴിക്കാം. അപ്പോൾ എല്ലാവരും ഇത് ചെയ്ത് നോക്കുക. എൻ്റെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്ക്. അപ്പോൾ നാളെ നമുക്കിതുപോലെ വ്യത്യസ്തമായ മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം. താങ്ക് യു.